ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ C++നകത്തെ ഇൻലൈൻ ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ ചെറിയ ഷോർട്സിൽ അതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ഇട്ടിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരു പ്രോഗ്രാമൊക്കെ അതിനകത്ത് എഴുതാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് പറയാം. നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ് അതിനകത്ത് ആദ്യം കൊടുക്കേണ്ടതാണ് കീവേഡ് കൊടുക്കണം അല്ലേ. ഇൻലൈൻ എന്നുള്ള കീവേഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുക. ഫംഗ്ഷൻ നെയിം കൊടുത്തു. പിന്നെ ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്തൊക്കെയാണ് ആർഗ്യുമെന്റ്സ് ഇതിനകത്ത് പാസ് ചെയ്യേണ്ട വാല്യൂസ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് ഈ ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ടാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് റിട്ടേൺ എന്ത് പറഞ്ഞു, x/y അല്ലെ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് എന്താണ് ഒരു പിന്നെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, രണ്ട് ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, ഇവിടെ സി ഔട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് a, b അല്ലെ. നോർമൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് കോൾ ചെയ്യാം അല്ലെ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് a, b പറഞ്ഞിട്ട് ഇതിനെ കോൾ ചെയ്തു. മനസ്സിലായി. അപ്പൊ ഈ രണ്ട് വാല്യൂ എക്സിലും വൈയിലോട്ട് പാസ് ചെയ്തു. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ സി ഔട്ടിലോട്ട് റിട്ടേൺ ചെയ്യണം. അപ്പൊ അതിവിടെ ഡിസ്പ്ലേയിൽ വരും. ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തല്ലേ. ഈ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്തോട്ട് ഇത് കമ്പൈൽ ചെയ്യുന്ന പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് റീപ്ലേസ് ആവും. മനസ്സിലായോ? അതായത് ഈ കോഡിങ് ഇവിടെ റീപ്ലേസ് ആയി വരും. അപ്പൊ ഇവിടെ റീപ്ലേസ് ആയി വരുന്ന സമയത്ത് നമുക്കിപ്പോ ഒരു സിമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഓക്കെ, വലിയ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒക്കെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ജമ്പിങ് ഒക്കെ ഇത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടുള്ള ജമ്പിങ് അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഇതിനകത്ത് സ്റ്റാറ്റിക് വേരിയബിൾ, ഫംഗ്ഷനകത്ത് സ്റ്റാറ്റിക് വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ ഒക്കില്ല. ഓക്കെ, അതുപോലെ കൺട്രോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ഒക്കില്ല. ഗോ ടു, സ്വിച്ച് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യാൻ ഒക്കില്ല. ഇൻലൈൻ ആയിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ റിക്കർസീവ് ഫംഗ്ഷൻ ആണെങ്കിലും അത് ഇൻലൈൻ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. സി പറഞ്ഞ സമയത്ത് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നു അല്ലെ. നമുക്കത് വേണമെങ്കിൽ ഒന്നുകൂടെ കുറച്ച് പ്രോഗ്രാംസ് കൂടെ അതിനകത്ത് നോക്കാം. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്തും നമുക്ക് ഇതിനെ എന്താ ആക്കാൻ പറ്റില്ല, ഇൻലൈൻ ഫംഗ്ഷൻ ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യാൻ ഒക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന് ഇൻലൈൻ ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അടുത്ത ടോപ്പിക്ക് നമ്മളിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് വേരിയബിളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സിയിലും സ്റ്റാറ്റിക് വേരിയബിൾ ഉപയോഗിക്കുക അല്ലെ. ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ സ്റ്റാറ്റിക് സിയിൽ മാത്രമല്ല C++നകത്തും ഒരു ഫംഗ്ഷനകത്ത് നോർമലി ക്ലാസ് അല്ലാതെ നമുക്ക് ഫംഗ്ഷൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഫംഗ്ഷനകത്ത് വേണമെങ്കിൽ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫംഗ്ഷനിൽ നിന്ന് ഔട്ട് ചെയ്ത് പുറത്തു വന്നാലും അതിന്റെ വാല്യൂ ലാസ്റ്റ് വാല്യൂടെ റീറ്റെയിൻ ചെയ്യും. അതാണ് സ്റ്റാറ്റിക് വേരിയബിളിന്റെ ഗുണം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്, ഫംഗ്ഷനെ കോൾ ചെയ്തു തിരിച്ച് മെയിനിൽ വന്നു. ഓക്കെ, മെയിനിൽ വന്നു കഴിഞ്ഞാലും ഈ സ്റ്റാറ്റിക് വേരിയബിൾ ഫംഗ്ഷനകത്ത് ഉണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് വാല്യൂടെ റീറ്റെയിൻ ചെയ്യും. നമുക്ക് ബാക്കി കണ്ടിന്യൂഷൻ പ്രോസസ്സ് നമുക്കവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ സമയം ക്ലാസ്സിനകത്താണ് നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത്, ക്ലാസ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഐറ്റം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സ്റ്റാറ്റിക് ആയിട്ട് ഇന്റ് എന്ന് പറയുന്ന ഒരു പിന്നെ സ്റ്റാറ്റിക് ഇന്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു നമ്മൾ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ സീറോ ഇനിഷ്യലൈസേഷൻ ചെയ്യും. മനസ്സിലായോ? ഇവിടെ നോർമലി ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ക്ലാസ്സിനകത്ത് ഒരു സ്റ്റാറ്റിക് വേരിയബിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു ഇനിഷ്യലൈസേഷൻ നമുക്കവിടെ കൊടുക്കാൻ അവിടെ സാധിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സീറോ ഇനിഷ്യലൈസേഷൻ ഇവിടെ കൊടുക്കും. അപ്പൊ നോർമലി ഈ സ്റ്റാറ്റിക് വേരിയബിൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒരു കൗണ്ടിങ് പർപ്പസിനൊക്കെയാണ് ഈ സ്റ്റാറ്റിക് വേരിയബിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ നോർമൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് പബ്ലിക് ഏരിയയിൽ നമ്മൾ സ്കോപ്പ് അതിന്റെ ക്ലാസിന്റെ ഫംഗ്ഷന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാണ്. ഇതിനകത്ത് രണ്ട് ഫംഗ്ഷൻ പബ്ലിക് ഏരിയയിലെ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ പാസ് ചെയ്ത് വരുന്നുണ്ട്. അതിനെ ഈ നമ്പറിലോട്ട് അസൈൻ ചെയ്തു. എന്നിട്ട് ഈ കൗണ്ടിനെ ഇൻക്രീസ് ചെയ്തു. കൗണ്ട് നമ്മൾ എവിടെയും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല അല്ലെ, പക്ഷെ ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാ, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് സീറോ ഇനിഷ്യലൈസേഷൻ ചെയ്യുവാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന സമയത്ത് എന്താണ്, കൗണ്ട് ഇൻക്രീസ് ചെയ്യും അല്ലെ. ഈ ഭാഗത്താണെങ്കിൽ അടുത്ത ഫംഗ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ജസ്റ്റ് കൗണ്ടിനെ പ്രിന്റ് ചെയ്യണം. കൗണ്ട് എന്ന് പറഞ്ഞൊരു ലേബല് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ കൗണ്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ക്ലാസ് ക്ലോസ് ചെയ്തു. ക്ലാസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റിക് വേരിയബിളിനെ ഇവിടെ ആക്ടിവേഷൻ ചെയ്യണം. മനസ്സിലായോ? ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് ടൈപ്പ് എന്ന് പറയുക, ഇൻറ്റിജർ, ഏതാണ് ക്ലാസ് നെയിം എന്ന് പറയുക ഐറ്റം, ദെൻ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, പിന്നെ ഏതാണ് കൗണ്ട്.
ഏതാണ് വേരിയബിൾ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അവിടെ ഇനിഷ്യലൈസേഷൻ കൊടുക്കരുത്, മനസ്സിലായോ? അത് മെയിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. ക്ലാസ് ക്ലോസ് ചെയ്തതിന് ശേഷം മെയിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം എന്താണ്, മെയിൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഐറ്റം എന്ന് പറയുന്ന ക്ലാസിന്റെ 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു. നോർമലി ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്മറി ലൊക്കേഷൻ വരും അല്ലേ? ഇവിടെ അതുപോലെ ഞാനിപ്പോൾ എയും ബിയും എന്ന് പറഞ്ഞിട്ട് 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ഇത് ബി എന്ന് പറയുന്ന അനദർ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് എയും ബിയും വെച്ചിട്ട് ഗെറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്തു അല്ലേ? ഈ ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? കൗണ്ട് പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ ഈ ഡിക്ലെയർ ചെയ്ത ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്ത ഭാഗത്ത് ഇവിടെ നമ്പർ എന്ന് പറയുന്ന ഒരു പിന്നെ മെമ്പർ മാത്രമേ ഇവിടെ കാണുള്ളൂ, മനസ്സിലായോ? ഇതിൽ നമ്പർ എന്ന് പറയുന്നത് 2 നമ്പർ എന്ന് പറയുന്ന 2 ഓരോ മെമ്പേഴ്സ് അവിടെ കാണും, മനസ്സിലായോ? മറ്റേതെന്താണ്, കൗണ്ട് എന്ന് പറയുന്ന അനദർ ലൊക്കേഷൻ ആയിട്ടാണ് കൗണ്ട് വരുന്നത്, മനസ്സിലായോ? ഇത് 2 എന്ന് പറയുന്നത് ഈ 2 ഒബ്ജക്റ്റിനും കോമൺ ഏരിയ ആണ്, കോമൺ ആണ്, മനസ്സിലായോ? ഈ മെമ്മറി ലൊക്കേഷൻ, കൗണ്ടിന്റെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനും ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനും കോമൺ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു സീറോ ഇനിഷ്യലൈസേഷൻ ഇവിടെ ചെയ്യുന്നു പറഞ്ഞു അല്ലേ? നോർമലി സീറോ ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ ഗെറ്റ് ഡി ഫംഗ്ഷൻ കോൾ ചെയ്ത സമയത്ത് എന്താ ചെയ്തേ? ഫസ്റ്റില് എയുടെ വാല്യൂ എന്തായി? 100 ആയി. അപ്പൊ ഈ നമ്പറിനകത്ത് എന്താ സൈൻ ആയി? 100 ആയി. അടുത്ത സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്? കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി, മനസ്സിലായില്ലോ? ഇത് 1 ആയിട്ട് മാറി. അപ്പൊ ആദ്യം നമ്മൾ ഈ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഗെറ്റ് കൗണ്ട് കോൾ ചെയ്തു അല്ലെ? ഗെറ്റ് കൗണ്ട് കോൾ ചെയ്തപ്പോൾ ഇവിടെ 0 ആണ് പ്രിന്റ് ചെയ്തത്, ഇവിടെ 0 ആണ് പ്രിന്റ് ചെയ്തത്. അതിനുശേഷം ഗെറ്റ് ഡി ഫംഗ്ഷൻ പാസ് ചെയ്ത് 100 പാസ് ചെയ്യുന്ന സമയത്ത്, ഗെറ്റ് ഡി ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് 100 പാസ് ചെയ്യുന്ന സമയത്ത് ഈ എയുടെ നമ്പർ എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് 100 അസൈൻ ചെയ്തു. എന്ത് ചെയ്തു? ഇവിടെ കൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് 1 ആയി അല്ലെ? അടുത്ത് ബി ഡോട്ട് ഗെറ്റ് ഡി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്താ പറഞ്ഞേ? എ നമ്പർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ ബിയുടെ നമ്പർ എന്തായി? 200 ആയി. അത് കഴിഞ്ഞ് കൗണ്ട് പ്ലസ് പ്ലസ് ആ പറയുന്നത്. അപ്പൊ ഇവിടെ കൗണ്ട് കോമൺ ഏരിയ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? കൗണ്ട് ഇവിടെ ഇൻക്രീസ് ആയി. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഗെറ്റ് കൗണ്ട് 2 ഫംഗ്ഷൻ എ വെച്ചിട്ടും ബി വെച്ചിട്ടും കോൾ ചെയ്തു. കണ്ടോ? എ വെച്ചിട്ടും ഗെറ്റ് കൗണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു, ബി വെച്ചിട്ടും ഗെറ്റ് കൗണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് പ്രിന്റ് ചെയ്യും? ഇവിടെ 2 എന്ന് പ്രിന്റ് ചെയ്യും, ഇവിടെ എന്ത് പ്രിന്റ് ചെയ്യും? 2 എന്ന് പ്രിന്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത് കോമൺ ഏരിയ ആണ്, 2 ഒബ്ജക്റ്റിനും കോമൺ ഏരിയ ആണ്. ഓക്കെ, അതാണ് ഇവിടെ വരുന്ന നോർമൽ വേരിയബിളും സ്റ്റാറ്റിക് വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോർഷൻസ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണും തന്നെ വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ വീഡിയോ കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ.